മനസ്സ് അല്ലെങ്കിൽ ഹൃദയം എന്നൊക്കെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ ഫിസിക്കലി കാണുന്ന അവയവമല്ല, നമ്മൾ ആരാണെന്നുള്ള ആയിരിക്കുന്ന ബീയിങ് കംപ്ലീറ്റ്, അതിനെയാണ് നമ്മൾ മൈൻഡ് അല്ലെ ഹൃദയം ഉദ്ദേശിക്കുന്നത്. ദൃശ്യവാക്യം 4:23 പറയുന്നു, പൂർണ്ണ ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, അതിന്നല്ലോ ജീവന്റെ ഉത്ഭവം ഉണ്ടാകും. അതിൻ്റെ ലിവിങ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആ ട്രാൻസ്ലേഷൻ, യുവർ തോട്ട്സ് ഷേപ്സ് യുവർ ലൈഫ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ നാളെ ആരാകുന്നു ആരാകും എന്നുള്ളത് ഇന്നത്തെ നിങ്ങളുടെ ചിന്തകളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നത് എന്താണോ അതാണ് നാളെ നിങ്ങളായിരിക്കുന്നത്. അതുകൊണ്ടാണ് സദൃശവാക്യം പറയുന്നത്, ഒരുവൻ ഹൃദയത്തെ നിരൂപിക്കുന്ന പോലെ, ചിന്തിക്കുന്ന പോലെ അവനാകുന്നു. ദ മോസ്റ്റ് പവർഫുൾ തിങ്, നമ്മൾ ഏറ്റവും ശക്തിയേറിയ ഒന്നാണ് നമ്മുടെ മൈൻഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് പൂർണ്ണ ജാഗ്രതയോടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഈ മൈൻഡാണ് മനുഷ്യന്റെ കണ്ണ്. സത്യത്തിൽ നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ഇതല്ല, മൈൻഡാണ്. ഇറ്റ്സ് എ മിസ്റ്ററി, അതൊരു രഹസ്യമാണ്. നമുക്ക് നമ്മുടെ ഉദാഹരണത്തിന് കൊരിന്ത്യർ ലേഖനം 4:4 പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു. നോക്കിയേ, കണ്ണിനെയല്ല കുരുടാക്കിയേ, മനസ്സിനെ. കുരുടാക്കാൻ പറ്റുന്ന എന്തിനാ? കാണാൻ പറ്റുന്ന ഒന്നിനെ മാത്രമേ കുരുടാക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണോ നമുക്ക് കാണാൻ പറ്റുന്നത്, എന്തുപയോഗിച്ചാണോ നമ്മൾ കാണുന്നത്, അതിനെ മാത്രമേ ബ്ലൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കുരുടാക്കാൻ പറ്റൂ. അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടാണ് വിശ്വസിക്കുന്നവൻ കാണുന്നത്. ഹല്ലേലൂയ. അവിശ്വാസി എന്ന് പറയുന്നവൻ, അവൻ മനസ്സുകൊണ്ട് കാണാൻ പറ്റാത്തവനാണ് അവിശ്വാസി. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് മനസ്സുകൊണ്ട് കാണുക, അതായത് വിശ്വാസത്താൽ കാണുക. കൊരിന്ത്യർ 5:17 പറയുന്നു, നമ്മൾ കാഴ്ചയാലല്ല, ഈ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ, ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തിന്റെ നിശ്ചയം. എന്നാൽ എവിടെ നിശ്ചയമുണ്ട്? ഇവിടെ നിശ്ചയമുണ്ട്. ഇവിടെ എനിക്കൊരു ഉറപ്പുണ്ട്, ഇവിടം കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടം കൊണ്ട് ഞാൻ കാണും. ഞാൻ പലപ്പോഴും പറയും, മൈൻഡ് കൊണ്ട് നമ്മൾ ജയിക്കാത്ത ജയം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. മനസ്സിൽ നമ്മൾ ജയിക്കാത്തൊരു യുദ്ധം നമുക്ക് കണ്ണുകൊണ്ട് ജയിക്കാൻ അല്ലെ കാണാൻ കഴിയത്തില്ല. സോ അതുകൊണ്ട് ദൈവം നമ്മളോട് ഏറ്റവും അധികമായി ഇടപെടുന്നത്, അതിന് കാരണം പറയാം. നമ്മുടെ ഈ ഭൗമതലവും ഈ ഫിസിക്കൽ വേൾഡും ആത്മതലവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1000 മൈലല്ല, നിങ്ങളുടെ മനസ്സാണ്. ഹല്ലേലൂയ. ഡെപ്ത് ടീച്ചിങ്ങിലേക്ക് നമ്മൾ പോകും, അന്ന് ആഴത്തിലേക്ക് അധികം പോകുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. ഈ ഭൗമ ലോകവും ആത്മമണ്ഡലം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇല്ല, മൈൻഡാണ്. മൈൻഡാണ് വെയിലായിട്ട് നിൽക്കുന്നത്, മറയായിട്ട് നിൽക്കുന്നത്. ഈ മൈൻഡ് പുതുക്കി രൂപാന്തരപ്പെടാനാണ് പൗലോസ് പറയുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, അതായത് ദൈവം നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും പ്രധാന മേഖല മൈൻഡാണ്. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം സംസാരിക്കുന്നത്, ആത്മാവിലാണ് നമ്മൾ ദൈവം സംസാരിക്കുന്നത്. ശരിയല്ലേ? ദൈവം അതുപോലെ തന്നെ ശത്രു നമ്മോട് ഇടപെടുന്നതും ഏറ്റവും അധികം സംസാരിക്കുന്നത് എവിടെയായിരിക്കും? മൈൻഡിലാണ്. കാരണം ദൈവം ആത്മാവാണ്, ശത്രുവും ആത്മതലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഭൗമമണ്ഡലത്തെക്കാൾ കൂടുതൽ നമ്മുടെ തോട്ട്സിലാണ് സംസാരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു നോക്കിയേ, പത്രോസ് യേശുവിനടുക്ക് നിൽക്കുകയാണ്. പത്രോസിനാണെങ്കിലോ യേശു ആരാണ് എന്ന് സ്വർഗത്തിലെ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തിയ വെളിപ്പാടോടുള്ള മനുഷ്യൻ, ദൈവത്തോട് കൂടെ യേശുവിനെ കൂടെ നടന്ന് യേശു ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവാണ് എന്ന് ആദ്യം വെളിപ്പാട് കിട്ടിയ മനുഷ്യനാണ് പത്രോസ്. ആ പത്രോസ് യേശുവിനെ നിൽക്കുകയാണ്. ആ പത്രോസിനെ തോട്ട്സിൽ, ചിന്തയിൽ സാത്താൻ സ്വാധീനിച്ചപ്പോൾ പത്രോസ് യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, യേശുവേ, നീ മരിക്കാൻ പാടില്ല, നീ ഒരിക്കലും മരിക്കാൻ പാടില്ല, നീ ഈ ഭൂമിയിൽ രാജാവായി നമുക്ക് വേണം. യേശു നേരെ തിരിഞ്ഞിട്ട് അതേ പത്രോസിനോട് പറഞ്ഞത്, സാത്താനെ മാറി നിൽക്കുന്നതാണ്. നിങ്ങളുടെ മൈൻഡ് ആർക്ക് നിങ്ങൾ ഡോമിനേറ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കുന്നുവോ അവർ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ ആരുടെ ചിന്ത കൊണ്ടാണോ നിങ്ങൾ നിറയ്ക്കുന്നത് അയാൾ നിങ്ങളെ കൺട്രോൾ ചെയ്യും. എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ ചിന്തകൾ കൊണ്ട്, ദൈവത്തിന്റെ വചനം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിറച്ചാൽ
ദൈവം നിങ്ങളെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ദൈവത്താൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടും. എന്നാൽ ഈ ലോകത്തിൻ്റെ സിറ്റുവേഷൻസും ശത്രുവിൻ്റെ വാക്കുകൾ കൊണ്ട് നമ്മുടെ മൈൻഡ് നിറച്ചാൽ, അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ചിന്തകൾ, അതുകൊണ്ടാണ് പറയുന്നത് റോമർ 8:6 പറയുന്നത് കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത്. ജഡത്തിൽ ചിന്തിക്കുന്നത് മരണം, ജഡത്തിന്റെ ചിന്തയോ മരണം, എന്നാൽ ആത്മാവിന്റെ ചിന്തയോ എന്തൊക്കെയാണ്? ജീവനും സമാധാനവുമാണ്. അപ്പോൾ ആത്മാവിൽ ചിന്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ജഡത്തിൽ ഈ ലോകത്തിലുള്ള സെൻസസും നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലെ ഫീലിങ്സും വെച്ച് ശത്രുവിൻ്റെ വാക്കുകൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യുമ്പോൾ നമ്മൾ അവൻ്റെ കണ്ണിലൂടെ കാണാൻ തുടങ്ങും. പത്രോസ് പറഞ്ഞു, നോക്കി യേശുവേ നീ മരിക്കാൻ പാടില്ല. യേശുവോട് പറഞ്ഞു, സാത്താനെ മാറി നിൽക്കുക. ഹല്ലേലൂയ. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ശത്രു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൈൻഡിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയും, യേശുവിൻ്റെ ട്രഷറായിരുന്ന, ഖജാൻജി ആയിരുന്ന യൂദായെ വചനം പറയുന്നു, യൂദായുടെ ഉള്ളിൽ പിശാച് കടന്നു. എങ്ങനെ? അവൻ്റെ മൈൻഡിൽ, അവൻ്റെ ഉള്ളിൽ, അവൻ്റെ മൈൻഡോട് പറഞ്ഞു, നിന്റെ ഗുരുവിനെ നീ ഒറ്റിക്കൊടുത്താൽ നിനക്ക് 30 വെള്ളിക്കാശ് കിട്ടും. പക്ഷെ യൂദ തൻ്റെ വാല്യൂ മറന്നു കളഞ്ഞു. താൻ യേശുവിൻ്റെ 12 ഒരുവനാണ്. ആ ദേശത്ത് നല്ല വാല്യൂ ഉള്ളവനാണ്. ദേശത്തിൽ ഒത്തിരി പേര് ആഗ്രഹിച്ചൊരു പൊസിഷനിൽ ഇരിക്കുന്ന മനുഷ്യനാണ് യൂദ. യേശുവിൻ്റെ കൂടെ നടക്കാൻ, യേശുവിൻ്റെ ഖജാൻജി ആയിരിക്കാൻ ഭാഗ്യം ജപിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ വില കളഞ്ഞുകൊണ്ടൊരു ചിന്ത വന്നു. ശത്രു പറഞ്ഞു, നിനക്ക് 30 വെള്ളിക്കാശ് കിട്ടും. ഈ ചിന്ത വന്ന് അകത്ത് കയറിയപ്പോൾ അവൻ തൻ്റെ സ്ഥാനവും തൻ്റെ വാല്യൂവും ഒക്കെ മറന്നിട്ട് തൻ്റെ ഗുരുവിനെ ഒറ്റക്കെടുക്കാൻ അവൻ തയ്യാറായി. പലപ്പോഴും ശത്രുവിൻ്റെ വാക്കുകൾ നമ്മുടെ വാല്യൂ, വില കുറച്ച് കാണിക്കും. നീക്കൊന്നിനും കൊള്ളില്ലല്ലോ, നിനക്കൊന്നും കഴിയത്തില്ലല്ലോ, നിന്നെ ആർക്കും വേണ്ടല്ലോ. ഇങ്ങനെ ഈ ലോകപ്രകാരം നമ്മളെ വാല്യൂ കുറച്ച് കാണിക്കുക എന്ന് പറയുന്നത് ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഈ തന്ത്രം വരുമ്പോഴാണ് നമ്മൾ ചില ചീപ്പ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുന്നത്. നല്ല സുഖിയെ, ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളുമായി നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ദൈവം നിർത്തിയിരിക്കുന്നത് രാജാതിരാജാവായി തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ രാജകീയ പുരോഹിത വർഗമായി വാഴുവാനായി ദൈവം നിവർത്തിയിരിക്കുമ്പോൾ നമ്മളിവിടെ സാത്തായിടുന്ന പട്ടി ബിസ്ക്കറ്റിൻ്റെ പുറകെ പലപ്പോഴും പോകാറുണ്ട്. കാര്യം എന്നാണെന്നറിയുമോ? നമുക്ക് അപ്പുറത്ത് എന്തെങ്കിലും കിട്ടിയാൽ മതി, ഇന്നത്തേക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, നാളത്തേക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. പക്ഷെ ഈ നാളത്തേക്ക് ഇത് കഴിച്ചു കഴിയുമ്പോണ്ടല്ലോ നീ ഭയങ്കരമായ കുറ്റബോധത്തിലേക്ക് പോകും. ഒന്നാലോചിച്ച് നോക്കിയേ, ഈ 30 വെള്ളിക്കാശ് കിട്ടി, തൊട്ടടുത്ത നിമിഷം അതേ സാത്താൻ അവൻ്റെ ഉള്ളിൽ മന്ത്രിച്ചു, നീ എന്ത് ദുഷ്ടനാടാ, എന്തു വലിയ ദുഷ്ടനാ നീ. ഇത്ര നേരം പറഞ്ഞു നിനക്ക് 30 വെള്ളിക്കാശ് കിട്ടും, നിസ്സാര കേസ്, ഒരു ഉമ്മ കൊടുത്താൽ മതി, ഒന്ന് മുത്തം കൊടുത്താൽ മതിടാ, നല്ല കാര്യമില്ല, ഗുരുവിനൊരു മുത്തം കൊടു, നീ ചെയ്യുന്ന തെറ്റൊന്നുമല്ല, മുത്തം കൊടുത്തേലുള്ളൂ, നീ കാണിച്ചു കൊടുത്തൊന്നുമില്ല, നീ മുത്തം കൊടുത്തതാ, അവന്മാര് പിടിച്ചോണ്ട് പോയി, അത്ര, നിനക്കൊരു കുറ്റവുമില്ല. ഇങ്ങനെയാണ് ശത്രു ഉപയോഗിക്കുന്നത്. ശത്രു പറയും, നീ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല, നീ വെറുതെ ഇത്ര ചെയ്തല്ലുള്ളൂ, ഇതൊരു കാര്യമൊന്നുമില്ല. ഇതാണ് ശത്രുവിൻ്റെ ഏറ്റവും വലിയ ടാക്ടിക്സ്. ജസ്റ്റ് ഒന്ന് കണ്ടതിലേ ഉള്ളൂ, അത് പറഞ്ഞതിലേ ഉള്ളൂ, എന്തോ ഇരിക്കുന്നു, അതിനൊന്നും കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് വയ്ക്കുമോ, നീ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന അവർ ചെയ്തോട്ടെ. സീരിയസ്ലി ഞാൻ വിശ്വസിക്കുന്നതിനാണ് യൂദയുടെ അകത്ത് നീ ഒരു മുത്തം കൊടുത്താൽ പോരെ, നീ ഒന്ന് കെട്ടിപ്പിടിച്ചു, എല്ലാവരും മോളും നീ ഉമ്മ കൊടുത്തതാണ്, അവർ പിടിച്ചതിന് നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അപ്പോൾ യൂദ പോയി ഒരു ഉമ്മ കൊടുത്തു, 30 വെള്ളിക്കാശും കിട്ടി. പക്ഷെ 30 വെള്ളിക്കാശ് അകത്ത് വന്നപ്പം ശത്രു അകത്ത് പറയാൻ തുടങ്ങി, നീ എത്ര മോശപ്പെട്ടവനാ. യൂദാനെ പറയുന്നുണ്ടല്ലേ, ഞാൻ എത്ര വൃത്തികെട്ടവനാ. ഇത് ആരുടെ വാക്കാ? യൂദായുടെ വാക്കല്ല, ശത്രുവിൻ്റെ വാക്കാ. ദൈവത്തിൻ്റെ വാക്കാണ്? ഒരിക്കലും അല്ല. ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു. ഈ ലോകത്തിലുള്ള സകലതിനേക്കാളും വാല്യൂ ഉണ്ട് ഒരു മനുഷ്യൻ്റെ ആത്മാവിനെന്ന വചനം പറയുന്നത്. അത്രമാത്രം സ്വർഗ്ഗം നമ്മൾ വാല്യൂ ചെയ്യുന്നു. പക്ഷേ യൂദായുടെ ഉള്ളു പറയുകയാണ്, ഞാൻ എത്ര വലിയ മോശക്കാരനാ. ഇതാണ് ശത്രുവിൻ്റെ ഏറ്റവും വലിയ ടാക്ടിക്സ്, തന്ത്രം. അടുത്ത നിമിഷം കുറ്റബോധത്തിന്റെ പടുകുഴിയിലേക്ക് പോയി. നിസാരമായ ഒരു കാര്യം ചെയ്തതാണ്, അപ്പുറത്തെ ഒരു രസത്തിന് വേണ്ടി, ഒരു ലാഭത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. പക്ഷെ അവൻ്റെ മുഴുവൻ ഡിഗ്നിറ്റിയും ചോർത്തി കളഞ്ഞിട്ട് അടുത്ത നിമിഷം പറയാണ്, നീ ഒന്നിനും കൊള്ളാത്തവനാ, നീ എത്ര വൃത്തികെട്ടവനാ, ഇത്രയും കൂടുതൽ ഗുരുവിന് നീ ചതിച്ചില്ലേ. അടുത്ത നിമിഷം അവൻ പോയി മരണത്തിലേക്ക് കഴിഞ്ഞു. കണ്ടോ ശത്രു എങ്ങനെയാ മൈൻഡിൽ വർക്ക് ചെയ്തതെന്ന്? ആദ്യം പറയും നല്ലതാ നല്ലതാ, മോഷ്ടിച്ച് കുടിക്കുന്നതൊക്കെ ഭയങ്കര ടേസ്റ്റാടാ, സൂപ്പറാ, അതാ ഇതാന്നൊക്കെ പറയും. അത് കഴിയുമ്പോൾ പറയും, നീ എത്ര വൃത്തികെട്ടവനാടാ. നേരെ താഴേക്ക് വരും, നേരെ പടുകുഴിയിലേക്ക് വരും. സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 100-ലധികം സ്ക്രിപ്ചേഴ്സ് ഇതേ അർത്ഥമുള്ളതാണ്. ആദ്യമൊക്കെ മനോഹരമായി തോന്നും, എന്നാൽ അതിൻ്റെ അന്ത്യം ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള അർത്ഥത്തിലുള്ള ഒരുപാട് സ്ക്രിപ്ചേഴ്സ് ഉണ്ട്. ഇത് ശത്രുവിൻ്റെ ടാക്ടിക്സാണ്.
നമ്മുടെ ഉള്ളിലേക്ക് ഭയങ്കരമായ പ്രലോഭനമായി അവൻ വരും. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുമ്പോൾ, കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11:3, 2 കൊരിന്ത്യർ 11:3 പറയുന്നത് ഇങ്ങനെയാണ്: സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. നോക്കിയേ, ഒരിക്കലും സാത്താൻ ഹവ്വയെ ഓവർ പവർ ചെയ്തതല്ല, ഹവ്വയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതല്ല, ചതിച്ചതാണ്. ശത്രുവിന് ആകെ അറിയാവുന്നുള്ളത് ചതിയാണ്, വഞ്ചനയാണ്. കാരണം നിങ്ങളെ ഓവർ പവർ ചെയ്യാനുള്ള ശക്തി ശത്രുവിനില്ല. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിക്കുവാനുള്ള കഴിവ് ശത്രുവിനില്ല. പക്ഷെ അവന് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ: ചതിക്കുക, വഞ്ചിക്കുക, നിങ്ങളെ പറ്റിക്കുക. ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വചനം പറയുന്നത്, സാത്താന്റെ ഉപായങ്ങളെ, തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഹല്ലേലൂയ. ഈ മൈൻഡിലേക്ക് അതും അവന്റെ ചിന്തകളുമായി വരുമ്പോൾ നിങ്ങൾക്ക് അവനോട് പറയാനുള്ള ധൈര്യമുണ്ട്, അവകാശമുണ്ട്, അധികാരമുണ്ട്. ഗെറ്റ് ലോസ്റ്റ്. അവനോട് പറയാം, നീ എന്നെ വിട്ടു പോ. വായി തുറന്ന് പറയാനുള്ള അധികാരമുണ്ട്. അവനോട് പറയണം, നീ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കത്തില്ല, ഞാൻ കേൾക്കത്തില്ല. എൻ്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നോ അത് മാത്രമേ ഞാൻ കൈക്കൊള്ളത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാലും പ്രിയരെ, നിങ്ങൾ സ്പിരിച്വലി മൈൻഡഡ് ആണെങ്കിൽ, ദൈവത്തിലേക്കുള്ള നിങ്ങൾ ആക്ടിവേറ്റഡ് ആണെങ്കിൽ, അതിലാണ് നിങ്ങൾ ശ്രദ്ധയെങ്കിൽ, നിങ്ങൾ ആ ജീവനും സമാധാനവും എക്സ്പീരിയൻസ് ചെയ്യും. ഈ ലോകപരമായുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ, അതിലുള്ള എല്ലാ വീഴ്ചകളും പരാജയങ്ങളും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മരണത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത്, അത് മരണമാണ്. എന്നാൽ സ്പിരിച്വലി മൈൻഡഡ്, ആത്മാവിലുള്ള മൈൻഡ്, ആത്മാവിലുള്ള ശ്രദ്ധ, ആത്മാവിലുള്ള ചിന്തയോ, അത് ജീവനും സമാധാനമാവും. ഫിലിപ്പിയർ 4:8 പറയുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകൾ എപ്രകാരമായിരിക്കണമെന്ന്. നമ്മുടെ ചിന്തകൾ എങ്ങനെ ആയിരിക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, ഫിലിപ്പിയർ 4:8. അപ്പോൾ നമ്മുടെ ചിന്തകളെ എവിടെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി പറയാനുള്ള കാരണം, നമ്മുടെ ചിന്തകൾ എവിടെയോ അവിടെയാണ് നമ്മൾ എവിടെയാണ് നമ്മുടെ ചിന്തകൾ ഫോക്കസ് ചെയ്യുന്നത്, അവിടെ ആയിരിക്കും. അതാ പറയുന്നത്, ഒരുവന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. സോ വായിലൂടെ വരുന്നതിന് മുമ്പ് ഹൃദയത്തിനകത്തൊരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അവിടെ നിറഞ്ഞു കവിയുമ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പോൾ തോട്ട്സ് അത്രയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് അകത്ത് സാത്താൻ വന്ന് ഓരോ കാര്യങ്ങൾ മന്ത്രിക്കുമ്പോൾ, ഹവ്വായെ പറ്റിച്ചതുപോലെ നമ്മൾ പറ്റിക്കപ്പെടരുത് എന്നാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ട ഭാഗത്തിൽ പൗലോസ് പറയുന്നത്. ഹവ്വായെ എങ്ങനെയാണ് ശത്രു പറ്റിച്ചത്? ഒരിക്കലും ഓവർ പവർ ചെയ്ത്. ചിലർ പറയും, എന്നെ കൊണ്ട് പറ്റുന്നില്ല, വേറെ ശത്രുവിനോട് പാവം ചെയ്യിക്കുന്നു. ഇല്ല, ഒരിക്കലും കഴിയില്ല. ശത്രുവിനുള്ള ആരോഗ്യമില്ല. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല. അവൻ സർവ്വ ആയുധങ്ങളും നഷ്ടപ്പെട്ട് നിരായുധനാണ്. നിങ്ങളാണെങ്കിലോ ദൈവത്തിൻ്റെ സർവായുധവർഗം ഉള്ളവരും. അപ്പോൾ തന്നെ ഒരു തരത്തിലും പാപത്തിന് നിങ്ങളുടെ മേൽ ഇനി കർത്തൃത്വമില്ല. നിങ്ങൾ ശത്രുവിൻ്റെ വാക്കുകളിൽ എവിടെയോ ഡിസീവ്ഡ് ആണ്, പറ്റിക്കപ്പെടുകയാണ്. അതിനുള്ള മെയിൻ റീസൺ നമുക്ക് നമ്മുടെ വാല്യൂ അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ എവിടേക്കോ ശത്രുവിൻ്റെ കള്ളം കേട്ട് പഠിച്ചു, നിങ്ങൾ വാല്യൂ ഇല്ലാത്തവരാണ്, നിങ്ങൾ കുറവുള്ളവനാണ്, നിങ്ങൾ അല്ലെങ്കിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടാത്തവനാണ് എന്നെങ്കിൽ എവിടെയോ. പക്ഷെ അതിൽ നിങ്ങൾ സ്ട്രോങ് ആകുമ്പോൾ, ഞാൻ ദൈവത്തിന് ഏറ്റവും വലിയ പ്രഷ്യസ് ആണ്, ഞാൻ വിലപ്പെട്ടവനാണെന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എത്രയും അധികം കയറുമോ അത്രയധികം നിങ്ങൾക്ക് ഈ ചിന്തകൾ മാറിക്കിട്ടും. കാരണം ഒരിക്കലും നിങ്ങൾ ചീപ്പായിട്ടുള്ള മോശം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ, നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുറേ വർഷം മുമ്പ് കേട്ടൊരു ചിന്തയാണ്, ഒരു കാര്യമാണ്. ഇംഗ്ലണ്ടിലെ രാജ്ഞി, നിങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, രാജ്ഞി നടക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ, റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ കൂടെ വലിയ സൈന്യം, ഒരു വലിയ കൂട്ടരുള്ള ഒരു ബോഡി ഗാർഡ്സൊക്കെ കാണും. ആ രാജ്ഞി നടന്നു പോകുമ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് വാക്കിന് പോകുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് പട്ടി കുരയ്ക്കും. ഒരു പട്ടി ഭയങ്കര ബഹളം, എല്ലാ ദിവസവും ബഹളം വയ്ക്കും. ഈ രാജ്ഞി നോക്കി ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ രാജ്ഞി ഒന്നും മിണ്ടത്തില്ല. അത് കാരണം ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരിങ്ങനെ പോകും. ഒരു ദിവസം കൂടെയുള്ള ബോഡി ഗാർഡ്സിലുള്ള ഒരാൾ, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വന്ന് രാജ്ഞിയോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഒരു വാക്ക് പറയാത്തത്? ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ആ പട്ടി ഉണ്ടാവത്തില്ല. നാളെ മുതൽ നടക്കാൻ പോകുമ്പോൾ ആ പട്ടി അവിടെ റോഡ് സൈഡിൽ കാണത്തില്ല. രാജ്ഞിയാണ്, രാജ്ഞിയുടെ വാക്കുകളാണ്. പക്ഷെ രാജ്ഞി പറഞ്ഞ കാര്യം ഇതാണ്, എനിക്ക് ഞാൻ ആരാണെന്ന് അറിയാം, പക്ഷെ പട്ടിക്ക് അറിയത്തില്ല. പട്ടിക്ക് അറിയത്തില്ല, അതുകൊണ്ട് അത് കുറച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എനിക്ക് ആരാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ നടന്ന് മുന്നോട്ട് പോകും.
നമുക്കെതിരെ ആരോപണങ്ങൾ വരാം, നമുക്കെതിരെ വാക്കുകൾ വരാം, ശത്രുവിൻ്റെ ഒരുപാട് കാരണങ്ങൾ വരാം. പക്ഷെ അതിനോടൊന്നും മറുപടി പറയാനല്ല ദൈവം നമ്മളാക്കിയിരിക്കുക. നമ്മൾ ആരാണുള്ള ബോധ്യമുണ്ടെങ്കിൽ മൂവ് ഓൺ, നടന്നു പോയിക്കൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. ശത്രു നമുക്ക് മുന്നിലിടുന്ന ചീപ്പായിട്ടുള്ള ബിസ്ക്കറ്റ്സിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാതെ ഇരിക്കുക. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതൽ വാക്യം പറയുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന. കണ്ടോ, പഴയ മനുഷ്യൻ്റെ സ്വഭാവമായിരുന്നു ചതിയും മോഹങ്ങളിലും വീണുപോകും. അങ്ങനൊരു മനുഷ്യനായിരുന്നു നേരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. വി ഹാവ് ടു പുട്ട് ഓൺ. നമ്മൾ ആ ധരിക്കണം, പുതു മനുഷ്യനെ ധരിക്കണം. ദൈവം നമുക്ക് നൽകിയ പുതു മനുഷ്യൻ എന്ന് പറയുന്നത് ചതിമോഹങ്ങളിൽ വീണു പോകുന്നവനല്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ മൈൻഡിൽ സംസാരിക്കുവാനാണ്. നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇതൊരു ബ്ലാക്ക് ബോർഡാണ്. ഇവിടെ ഞാൻ കുറേയധികം വരച്ച് കുറിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതിനിടയ്ക്ക് പോയി ഞാൻ എൻ്റെ പേരെഴുതിയാൽ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആണോ അല്ലയോ? എന്തുകൊണ്ട്? ഇങ്ങനെ കിടക്കുക. ഇതുപോലെയാണ് നിങ്ങളുടെ മൈൻഡ്. നിങ്ങളുടെ മൈൻഡ് റിഫ്രഷ് ആണെങ്കിൽ ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലാക്ക് ബോർഡാണ്, നിങ്ങളുടെ കണ്ണാണ്. ദൈവം നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ ദൈവം ആ ചുമരിൽ എഴുതും. നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം, പടം വരയ്ക്കും, കാണാൻ പറ്റണം, ചില വീഡിയോ പ്ലേ ചെയ്യും, അത് കാണാൻ പറ്റണം. പക്ഷെ മൈൻഡിനെ പ്യുവറായിട്ട് സൂക്ഷിക്കണം.